ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനേഷ് ലേണിംഗ് PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSCയിൽ റിപ്പീറ്റായി ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കേരളവും ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദിച്ച ചോദ്യങ്ങളാണ് നോക്കുന്നത്. LDCക്കും അതുപോലെ തന്നെ LGSനും വരുന്ന എല്ലാ എക്സാമുകളിലും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇത് ചെയ്തു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ മാർക്ക് എത്ര കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആദ്യത്തെ ചോദ്യം, ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാര്? ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാര്? ഓപ്ഷൻസ്: കുമാരനാശാൻ, സി കൃഷ്ണൻ, വാഗ്ബടാനന്ദൻ, കെ കേളപ്പൻ. ആൻസർ ഓപ്ഷൻ ഡി, കെ കേളപ്പൻ. ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് കെ കേളപ്പനാണ്. അടുത്തത്, തോൽവിറക് സമരനായിക എന്നറിയപ്പെടുന്നത് ആര്? തോൽവിറക് സമരനായിക എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻസ്: കാർത്യായനി അമ്മ, സരോജിനി നായിഡു, അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ. ആൻസർ ഓപ്ഷൻ എ, കാർത്യായനി അമ്മ. തോൽവിറക് സമരനായിക എന്നറിയപ്പെടുന്നത് കാർത്യായനി അമ്മയാണ്. അടുത്തത്, കുറിച്യ കലാപം നടന്ന വർഷം ഏത്? കുറിച്യ കലാപം നടന്ന വർഷം. ഓപ്ഷൻസ്: 1741, 1812, 1821, 1807. ആൻസർ ഓപ്ഷൻ ബി, 1812. കുറിച്യ കലാപം നടന്ന വർഷം 1812. അടുത്തത്, പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻസ്: കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്. ആൻസർ ഓപ്ഷൻ ബി, കണ്ണൂർ. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അടുത്തത്, ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. ഓപ്ഷൻസ്: എ കെ ഗോപാലൻ, മുത്തുസ്വാമി, എം ഇ നായിഡു, ഡോക്ടർ പൽപു. ആൻസർ ഓപ്ഷൻ ബി, മുത്തുസ്വാമി. ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് മുത്തുസ്വാമിയാണ്. അടുത്തത്, ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ഏകദേശം 55,000 സവർണർ ഒപ്പിട്ട മെമ്മോറിയൽ ദിവാൻ സർ CP രാമസ്വാമി അയ്യർക്ക് സമർപ്പിച്ചത് എന്ന്? ഓപ്ഷൻസ്: 1936 ഏപ്രിൽ 19, 1936 ജൂലൈ 28, 1936 നവംബർ 3, 1936 നവംബർ 10. ആൻസർ ഓപ്ഷൻ സി, 1936 നവംബർ 3. ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ഏകദേശം 55,000 സവർണർ ഒപ്പിട്ട മെമ്മോറിയൽ ദിവാൻ സർ CP രാമസ്വാമി അയ്യർക്ക് സമർപ്പിച്ചത് 1936 നവംബർ 3-നാണ്. അടുത്തത്, കയ്യൂർ കർഷക സമരം നടന്ന വർഷം ഏത്? കയ്യൂർ കർഷക സമരം നടന്ന വർഷം. ഓപ്ഷൻസ്: 1940, 1941, 1942, 1946. ആൻസർ ഓപ്ഷൻ ബി, 1941. കയ്യൂർ സമരം നടന്ന വർഷം 1941. അടുത്തത്, ഏത് നവോത്ഥാന നായകൻ്റെ മാതൃഗ്രഹമാണ് ഇലഞ്ഞിക്കൽ വീട്? ഏത് നവോത്ഥാന നായകൻ്റെ മാതൃഗ്രഹമാണ് ഇലഞ്ഞിക്കൽ വീട്? ഓപ്ഷൻസ്: ശ്രീനാരായണ ഗുരു, ബ്രഹ്മാനന്ദ ശിവയോഗി, കൂരൂർ നീലകണ്ഠൻ, കുമാരനാശാൻ. ആൻസർ ഓപ്ഷൻ എ, ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതൃഗ്രഹമാണ് ഇലഞ്ഞിക്കൽ വീട്. അടുത്തത്, ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിജി കേരളത്തിലെത്തിയത് എന്ന്? ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിജി കേരളത്തിലെത്തിയത് എന്ന്? ഓപ്ഷൻസ്: 1936 നവംബർ 12, 1937 ജനുവരി 12, 1937 നവംബർ 12, 1937 സെപ്റ്റംബർ 12. ആൻസർ ഓപ്ഷൻ ബി, 1937 ജനുവരി 12. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിജി കേരളത്തിലെത്തിയത് 1937 ജനുവരി 12-നാണ്. അടുത്തത്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത്. ഓപ്ഷൻസ്: ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, രവീന്ദ്രനാഥ് ടാഗോർ, ഗോപാലകൃഷ്ണ ഗോഖലെ. ആൻസർ ഓപ്ഷൻ സി, രവീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അടുത്തത്, പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ചത് ആര്? പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ചത്. ഓപ്ഷൻസ്: ലിട്ടൺ പ്രഭു, റിപ്പൺ പ്രഭു, ഡൽഹൌസി പ്രഭു, ഹാർഡിഞ്ച് പ്രഭു.
ആൻസർ ഓപ്ഷൻ ബി റിപ്പൺ പ്രഭു. പ്രാദേശിക ഭാഷാ പത്രനിയമം പിൻവലിച്ചത് റിപ്പൺ പ്രഭുവാണ്. അടുത്തത് ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ട വർഷം ഏത്? ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ട വർഷം. ഓപ്ഷൻസ് 1911, 1912, 1913, 1914. ആൻസർ ഓപ്ഷൻ സി 1913. ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ട വർഷം 1913. അടുത്തത് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻസ് ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് 1858 ജൂൺ 18-നാണ്. ബഹദൂർ ഷാ രണ്ടാമൻ റങ്കൂണിൽ വെച്ച് മരണമടഞ്ഞ വർഷം 1862. ഓപ്ഷൻ സി താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859 ഓഗസ്റ്റ് 18-ന്. ഓപ്ഷൻ ഡി 1857 വിപ്ലവത്തെ കാലത്തെ തിരിച്ചു വയ്ക്കാനുള്ള യഥാസ്ഥിതിക ശക്തികളുടെ ശ്രമം എന്ന് വിശേഷിപ്പിച്ചത് SN സെന്നാണ്. ആൻസർ ഓപ്ഷൻ സി താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859 ഓഗസ്റ്റ് 11 എന്നുള്ളതാണ് ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത്. ആൻസർ വരുന്നത് 1859 ഏപ്രിൽ 18-നാണ്. താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വർഷം 1859 ഏപ്രിൽ 18-നാണ്. അടുത്തത് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം ഏത്? ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം. ഓപ്ഷൻസ് സത്താറ, അവധ്, സാമ്പൽപൂർ, ഉദയ്പൂർ. ആൻസർ ഓപ്ഷൻ എ സത്താറ. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ. അടുത്തത് കൂത്താളി സമരം നടന്ന ജില്ല ഏത്? കൂത്താളി സമരം നടന്ന ജില്ല. ഓപ്ഷൻസ് ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ആൻസർ ഓപ്ഷൻ ബി കോഴിക്കോട്. കൂത്താളി സമരം നടന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ്. അടുത്തത് അമരാവതി സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആര്? അമരാവതി സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ്. ഓപ്ഷൻസ് സി കേശവൻ, ME നായിഡു, K കേളപ്പൻ, AK ഗോപാലൻ. ആൻസർ ഓപ്ഷൻ ഡി AK ഗോപാലൻ. AK ഗോപാലൻ അല്ലെങ്കിൽ AKG. അമരാവതി സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് AK ഗോപാലനാണ്. അടുത്തത് പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി ഉലക്ക എന്ന നോവൽ രചിച്ചതാര്? പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി ഉലക്ക എന്ന നോവൽ രചിച്ചത്. ഓപ്ഷൻസ് പി കേശവദേവ്, തകഴി, KB മേനോൻ, C കൃഷ്ണൻ. ആൻസർ ഓപ്ഷൻ എ പി കേശവദേവ്. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി ഉലക്ക എന്ന നോവൽ രചിച്ചത് പി കേശവദേവാണ്. അടുത്തത് ആത്മവിദ്യാ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ? ആത്മവിദ്യാ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. ഓപ്ഷൻസ് ദേശമംഗലം, ചങ്ങനാശ്ശേരി, കാരക്കാട്, മട്ടാഞ്ചേരി. ആൻസർ ഓപ്ഷൻ സി കാരക്കാട്. ആത്മവിദ്യാ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് കാരക്കാട്. അടുത്തത് കാണപ്പാട്ട വിളംബരം എന്നറിയപ്പെടുന്ന വിളംബരം ഏത്? കാണപ്പാട്ട വിളംബരം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻസ് വിദ്യാഭ്യാസ വിളംബരം, കുണ്ടറ വിളംബരം, ജന്മിക്കുടിയാൻ വിളംബരം. ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി ജന്മിക്കുടിയാൻ വിളംബരം. കാണപ്പാട്ട വിളംബരം എന്നറിയപ്പെടുന്ന വിളംബരമാണ് ജന്മിക്കുടിയാൻ വിളംബരം. അടുത്തത് നെടുങ്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആര്? നെടുങ്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. ഓപ്ഷൻസ് കാർത്തിക തിരുനാൾ, അവിട്ടം തിരുനാൾ, ആയില്യം തിരുനാൾ, സ്വാതി തിരുനാൾ. ആൻസർ ഓപ്ഷൻ എ കാർത്തിക തിരുനാൾ. നെടുങ്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ. അടുത്തത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്ര ഏത്? തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്ര. ഓപ്ഷൻസ് കടുവ, ശംഖ്, അമ്പും വില്ലും, ആന. ആൻസർ ഓപ്ഷൻ ബി ശംഖ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്രയാണ് ശംഖ്. അടുത്തത് കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ്റെ യഥാർത്ഥ നാമം എന്ത്? കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ്റെ യഥാർത്ഥ നാമം. ഓപ്ഷൻസ് കുട്ടി അഹമ്മദ് അലി, കുട്ടി പോക്കർ അലി, പട്ടുമരയ്ക്കാർ, മുഹമ്മദ് അലി മരയ്ക്കാർ. ആൻസർ ഓപ്ഷൻ സി പട്ടുമരയ്ക്കാർ. കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ്റെ യഥാർത്ഥ നാമം പട്ടുമരയ്ക്കാർ എന്നാണ്. അടുത്തത് ആരുടെ ശവകുടീരമാണ് പാഞ്ചജന്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ആരുടെ ശവകുടീരമാണ് പാഞ്ചജന്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻസ്
അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, വൈകുണ്ഠസ്വാമികൾ. ആൻസർ ഓപ്ഷൻ എ അയ്യങ്കാളി. അയ്യങ്കാളിയുടെ ശവകുടീരമാണ് പാഞ്ചജന്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു ഉലകം, ഒരു നീതി എന്ന ആശയം മുന്നോട്ട് വെച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു ഉലകം, ഒരു നീതി എന്ന ആശയം മുന്നോട്ട് വെച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻസ്: ശ്രീനാരായണ ഗുരു, വൈകുണ്ഠസ്വാമികൾ, തൈക്കാട് അയ്യ, വാഗ്ഭടാനന്ദൻ. ആൻസർ ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു ഉലകം, ഒരു നീതി എന്ന ആശയം മുന്നോട്ട് വെച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. അടുത്തത് ആത്മവിദ്യ കാഹളം പ്രസിദ്ധീകരണം തുടങ്ങിയ വർഷം ഏത്? ആത്മവിദ്യ കാഹളം പ്രസിദ്ധീകരണം തുടങ്ങിയ വർഷം. ഓപ്ഷൻസ്: 1900, 1912, 1924, 1929. ആൻസർ ഓപ്ഷൻ ഡി 1929. ആത്മവിദ്യ കാഹളം പ്രസിദ്ധീകരണം തുടങ്ങിയ വർഷമാണ് 1929. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കിയത് 25 ചോദ്യങ്ങളാണ്. നവോത്ഥാനവും അതുപോലെ തന്നെ കേരളവും ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള PSCയിൽ ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ് നോക്കിയത്. ഇതൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഇതിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ കമൻറ്റായി ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.